തീമോഥെയോസ് 6-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. 1 Timothy chapter 6 verse 12, the first part. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. Fight the good fight of faith. തീമോഥെയോസിന്റെ ലേഖനം നാം പഠിക്കുമ്പോൾ അനേക ഇൻസ്ട്രക്ഷൻസ് തീമോഥെയോസിന്റെ അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന കാണുവാൻ കഴിയുന്നുണ്ട്. We know that when we read the book of 1 Timothy, there are many instructions that the apostle Paul has given to Timothy. അപ്പോസ്തലനായ പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിൽ രക്ഷിക്കപ്പെടുകയും രണ്ടാം മിഷണറി യാത്ര മുതൽ കൂടെ നടക്കുകയും ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു തീമോഥെയോസ്. We know that Timothy is a person who came to the faith in the first missionary journey of Paul, and then thereafter he stayed with Paul in the second missionary journey. തീമോഥെയോസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. Since we know a lot about Timothy, I am not digging much into that. ഈ 12-ാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ഒരു വാക്ക് വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക എന്നതാണ്. We see over here, fight the good fight of faith. വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം കാണാതെ അറിയാം. We know faith by heart. നമുക്കെല്ലാം ആ വാക്യം കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ കഴിയുന്ന ഒരു വാക്യമായി അത് തീർന്നിരിക്കുകയാണ്. Because we've all learned the verse by heart long time back, we know what is faith. എന്നാൽ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താണ്? But what is the speciality of faith? ദൈവവചനത്തിൽ അനേക പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We can see in scripture a lot of specialities about ഈ faith. വിശ്വാസം നിർവ്യാജ വിശ്വാസമാണ് എന്ന് കാണുന്നുണ്ട്. This is a holy faith. ഈ വിശ്വാസം വിലയേറിയ വിശ്വാസമാണ് എന്ന് കാണുന്നു. It is a great faith. ഈ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ് എന്ന് കാണുന്നുണ്ട്. And it's precious. It's a precious faith. ഇത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം എന്ന് കാണുന്നുണ്ട്. And it's a faith once entrusted to the saints. ഇതെല്ലാം പല ഭാഗങ്ങളിലാണ്. എനിക്ക് എല്ലാവരും വിശദീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. These are all in various scripture passages, but because of lack of time, I'm not going into them. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസം അത് ഒത്തിരി പ്രത്യേകതകളുള്ളതാണ്. And so the faith that has been given to us is so precious. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വിശ്വാസത്തെ കുറിച്ച് ആ വിശ്വാസം ആഴമായി നമ്മളിൽ പ്രവർത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ്. And the reason why is because this faith that has been given to us needs to be worked out. ഈ അടുത്തൊരു ഭാഗം ചോദിച്ചാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസം നമ്മളിൽ തന്നിട്ട് ദൈവാത്മാവ് പറയുകയാണ് നല്ല പോർ പൊരുതണം. And then after all this has been said, he's saying fight the good fight of faith. സാധാരണഗതിയിൽ പോരാടിയാ പോരെ? Is it not beneficial to just simply fight? പക്ഷേ ഇവിടെ പറയുന്നത് നന്നായിട്ട് പോരാടണം. We see over here, fight the good fight of faith. എന്തുകൊണ്ടാണ് നന്നായി പോരാടണം എന്ന് പറയുന്നത്? Why is it a good fight? ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ എല്ലാ ഭാഗത്തും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം പൂർണ്ണതയാണ്. What God desires from every believer is completeness. അതുകൊണ്ടാണ് ദൈവം വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ് വിശ്വാസം ചുമ്മാതെ പോരാ, അത് നന്നായിട്ട് പോരാടേണ്ടതാണ്. And that's why God is exhorting us over here, fight the good fight of faith. എഫേസ്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? Can we read Ephesians chapter 4 verse 15? വളരുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് അവിടെ പറയുകയാണ് ദൈവത്തിന്റെ പൂർണ്ണതയാണ് അവിടെ കാണുന്നത്. ക്രിസ്തു എന്ന തലയോളം നാം വളരണം. We see over here in relation to growing in our spiritual life, we are to grow to the fullness of Christ. ദൈവം പൂർണ്ണതയെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ്. God is the one who desires fullness in our life. വിശ്വാസികളോട് വളരുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ പറയുക അവൻ പൂർണ്ണതയോടെ വളരണം. അത് എവിടെ വരെ വളരണം? അവൻ ക്രിസ്തു എന്ന തലയോളം വളരണം. And so we are being exhorted to grow to the fullness of the stature of our Lord Jesus. ഇത് മാത്രമല്ല ഫലം കായ്ക്കുന്നതിനോട് ബന്ധപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കുമ്പോൾ when we read John chapter 15 regarding fruit bearing, അതിന്റെ 2-ാമത്തെ വാക്യം verse 2, 15 verse 2. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയോ അധികം ഫലം കായ്ക്കാത്തതിനെ ചെത്തി വെടിപ്പാക്കും. അവിടെ പറയുകയാണ് ഫലം കായ്ക്കണം. We read over there you have to bear fruit. എന്നിട്ട് പറയുകയാണ് അധികം ഫലം കായ്ക്കണം. And then after that he says you have to bear much fruit. 16-ാം വാക്യം വായിച്ചു. Let's also read verse 16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. That you would go and bear fruit. അപ്പോൾ ദൈവത്തിന്റെ നിറവിനെ അവിടെ നാം കാണുകയാണ്. ദൈവം പറയുകയാണ് നിങ്ങൾ ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം, പോയി ഫലം കായ്ക്കണം. And so we read over there you have to bear fruit, you have to bear more fruit, and then you have to go and bear fruit. അപ്പോൾ ദൈവത്തിന്റെ പൂർണ്ണത അവിടെ നമുക്ക് കാണുവാൻ കഴിയും. And so we see the fullness over there. റോമലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരാം. Can we come to Romans chapter 12? അതിൽ 11-ാമത്തെ വാക്യം വായിക്കാം. Verse 11. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നമ്മൾ കർത്താവിനെ സേവിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെട്ട് അവിടെ പറയുകയാണ് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി അവനെ സേവിക്കണം. We read over there they are not lagging behind diligence, fervent in spirit, serving the Lord. അതിനോട് ചേർത്ത് വെച്ച് എനിക്കിങ്ങനെ പറയട്ടെ,
വിശ്വാസത്തോട് ബന്ധപ്പെട്ട് വലിയവനായ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല പോർ പൊരുതുക എന്നുള്ളത്. And so in relation to that, what I would like to add is that in terms of our faith, you have to fight the good fight of faith. ദൈവ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നമ്മളിലുള്ള വിശ്വാസം എങ്ങനെയിരിക്കുന്നു? How is our dealing in our faith life with regard to working it out? സാധാരണ രീതിയിൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എങ്ങനെയുണ്ട് ആത്മീയ ജീവിതം? അങ്ങനെ പോകുന്നു. Sometimes we ask, how is your spiritual life? And then we all say it's going on like that. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. It's just going forward. 48 യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? Can we read Jeremiah chapter 48 and verse 10? 48 യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടത്. നിങ്ങൾ കേട്ടോളേ, സാധാരണ പോരാട്ടത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ സാധാരണ പോരാട്ടം ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അനുഗ്രഹിതമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പോരാട്ടം നയിക്കേണ്ടതിനാണ്. Read over there, cursed be the one who does the Lord's work negligently. And so what we are being exhorted is to do the fight, to the good fight of faith diligently. അതുകൊണ്ട് നാം ഇന്ന് രാവിലെ ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ശോധനിക്കുവാനായിട്ടിടയായി. And so this afternoon time, may I request you all to examine your faith life. നമ്മുടെ ജീവിതം സാധാരണമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതമാണ്. Is our life just an ordinary life? അതോ നന്നായി പോരാടുന്ന ഒരു ജീവിതം? Or is it a victorious Christian life? ഈ തിമോഥെയോസ് ലേഖനം നാം ഫുള്ളായിട്ട് പഠിക്കുമ്പോൾ When we study the book of 1 Timothy, വിശ്വാസത്തിന് വരാവുന്ന അനേക പരാജയങ്ങളും അല്ലെങ്കിൽ സംഭവിക്കാവുന്ന പ്രതികൂലങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. we read about many failures or difficulties that can encounter our faith life. ഈ വിശ്വാസത്തിന്റെ പരാജയങ്ങൾ എവിടെയൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കിയതിനു ശേഷം And once we find out where these failures have come, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി പോരാടുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. may God help us to overcome those failures and stand fast in the faith. ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വരാം. അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let's read 1 Timothy chapter 1 verses 18 and 19. വിശ്വാസത്തിന് സംഭവിച്ച ഒന്നാമത്തെ പരാജയത്തെ കുറിച്ച് അവിടെ നമുക്ക് We കാണുന്നുണ്ട്. read about the first failure of faith over there. 1 Timothy chapter 1 verse 19 and 20. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. ഒന്നാമതായിട്ട് കാണുക, വിശ്വാസ കപ്പൽ തകർന്നുപോയി. We read over them those who have suffered shipwreck in their faith. അതിന്റെ കാരണം പറയാൻ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു. And the reason for that is because they have rejected the good conscience and keeping of the faith. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ കൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വഞ്ചി ആടി ഉലഞ്ഞേക്കാം. When we are going through this journey of life, sometimes our ship can be knocked about. അല്ലെങ്കിൽ നമ്മുടെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മെ താണ്ടി വന്നേക്കാം. And so sometimes our difficulties or the problems of life can sway us. ദൈവം പറയുക, അത് തകർന്നു പോകാനായിട്ട് പാടില്ല. But it should not overwhelm us. ആർക്കാണ് ഈ തകർന്നു പോയ അവസ്ഥയെ കുറിച്ച് പറയുന്നത്? Who is it being referred to who suffered this shipwreck? അവിടെ പറയുക നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞവർക്ക് എന്നാണ്. We read those who have rejected and who have suffered shipwreck in the അവർ നല്ല gospel. മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് എന്നാണ് അവിടെ കാണുന്നത്. They have rejected their faith and a good conscience, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് എന്ന് താഴെ പറയുന്നുണ്ട്. ദൂഷണം പറയാതിരിക്കുവാൻ. so that they will not be thought to blaspheme is the reason why. അവിടെ നാം കാണുന്നത് ദൂഷണം എന്ന വാക്ക് നാം വ്യക്തമായി മനസ്സിലാക്കിയാൽ മാനം കെടുത്തുക, തെറ്റായി ചിത്രീകരിക്കുക എന്ന അർത്ഥങ്ങളാണ് അവിടെ വരുന്നത്. We know that there is a different interpretation for this word blaspheme. It could be not to say saying the wrong things. അപ്പോൾ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞവരായി തീരാതെ അല്ലെങ്കിൽ വിശ്വാസ കപ്പൽ തകർന്നു പോകാതെ So without suffering the shipwreck in the faith and rejecting the good conscience, വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God desires to move forward in our faith. കാരണം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ Because when God is working in our life in the gospel faith, ദൈവത്തിനായിട്ട് ജീവിതത്തെ സമർപ്പിക്കുന്നവരായി നാം തീരണം. we are the ones who have to submit our life in that regard. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾ നാം അർപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. We are all sitting here after giving our praise of worship to God. ഹൃദയത്തിന്റെ നിറവിനെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ നിറവാണ് വായ സംസാരിക്കുന്നത്. It is out of the fullness of the heart that the mouth അപ്പോൾ speaks. മനസ്സാക്ഷിയെ
നമ്മെ തെറ്റിച്ചു കളയുവാൻ ഇടയാകാതെ വണ്ണം So without our conscience being defiled, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന ആത്മീയ സംതൃപ്തിയോടെ വിശ്വാസ ജീവിതത്തെ നയിക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരണം. we should be able to lead our Christian life and our faith life in the right manner. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ മനസ്സാക്ഷിയെ വഞ്ചിക്കുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം ഏൽപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. So what that means is that we are not to go against our conscience, but we are to lead a life that brings glory to God. സാധാരണ രീതിയിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ രണ്ട് സഭകളെ കുറിച്ച് പറയാൻ സാധ്യതയുണ്ട്. When we read the Bible, there are chances to speak about two churches. നല്ല സഭ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തെസ്സലോനിക്ക സഭ നല്ലൊരു സഭയാണെന്ന് പറയും. The good church is basically the church in Thessalonica. കൊള്ളാത്ത സഭ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? കൊരിന്ത സഭ എന്ന് പറയും. But the one that is the bad church is the Corinth church. ഈ കൊരിന്ത സഭ നല്ലൊരു സഭയായിരുന്നു. Was the church at Corinth a good church? ഒന്നാം അധ്യായം എടുത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. Let's turn to 1 Corinthians chapter 1 quickly. ഒന്നാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദൈവ കൃപയുള്ള സഭ എന്നാണ്. We read over there chapter 1 verse 4 that it is a graceful church. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള സഭ എന്നാണ്. And the 5th verse it says is a church with the testimony of Christ. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത് സകല വചനത്തിലും സമ്പന്നരായ സഭയാണ്. And verse 6 it says it is filled with the knowledge and the word of God. 7-ാമത്തെ വാക്യം പറയുന്നത് എല്ലാ കൃപാവരങ്ങളുമുള്ള സഭയാണ്. And verse 7 it says it's a church with full of spiritual gifts. 7-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് കർത്താവിന്റെ പ്രത്യക്ഷത കാത്ത സഭയാണ്. And verse 7 again it's a church that eagerly awaits the revelation of our Lord Jesus നിങ്ങൾ Christ. ചിന്തിച്ചു നോക്കി, ഇത്ര അനുഗ്രഹിക്കപ്പെട്ട സഭയാണോ ഇങ്ങനെ തകർന്നു പോയത്? And just think about this, is this a very bad church that has been suffering like this? എന്തുകൊണ്ടാണ് ഈ സഭ തകർന്നു പോകാനായിട്ട് കാരണമായി തീർന്നത്? What is the reason that this church has gone backward? കൊരിന്ത്യലേഖനം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. When we study the book of 1 Corinthians, you can see a lot of things. അവിടെ വിവാഹ മോചനത്തെ കുറിച്ച് കാണുന്നുണ്ട്. We read about sexual immorality. വിഗ്രഹാർപ്പണത്തെ കുറിച്ച് കാണുന്നുണ്ട്. We read about idolatry. സ്ത്രീകൾ മൂടുപടമിടുന്നതിനെ കുറിച്ച് കാണുന്നുണ്ട്. We read about the women not covering. അങ്ങനെ ജഡത്തിൻ്റെതായ അനേക കാര്യങ്ങളിലേക്ക് അവിടെ കടന്നു വരുമ്പോൾ ആ ജഡത്തിന്റെ നിമിത്തമായി അവർ എന്ത് ചെയ്യാണ്? അവർ ജഡത്തിലേക്ക് പോകുകയാണ്. And so what is happening over there is they are indulging in the lustful fleshly desires of their heart. അവർ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കും ഹൃദയ വിചാരങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയില്ല. And so because of that, a person who is indulging themselves in the lustful desires of the flesh cannot please God. അങ്ങനെ സംഭവിച്ചാൽ And if that happens, അവനുണ്ടാകുന്ന കാര്യമാണ് അവന്റെ വിശ്വാസ കപ്പൽ തകർന്നു പോകാനായിട്ടിടയായി. and then what happens is that you suffer shipwreck in regards to your faith. അതുകൊണ്ട് അടുത്തത് എന്താ സംഭവിച്ചതെന്ന് അറിയാം. Do you know what happens next? ആ കൊരിന്ത്യയിൽ നാം പഠിക്കുമ്പോൾ അവർക്ക് ഭിന്നതയുണ്ടായി. What happens after that is that there was backsliding. പിന്നെ മാത്രമല്ല അടുത്തതും വരികയാണ്, അവർക്ക് പിറുപിറുപ്പുണ്ടായി. And then there was hatred. എന്ന് പറഞ്ഞാൽ Murmuring. അവർക്ക് ജീവിതത്തോട് തന്നെ താല്പര്യമില്ല. And then they had no interest in their life. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാനായിട്ട് പാടില്ല. May I request you, brethren, that our faith should not suffer shipwreck. നമുക്ക് ദൈവം നല്ലൊരു മനസ്സാക്ഷി തന്നിട്ടുണ്ട്. God has given us a good conscience. ഒരു വിശ്വാസം ഉറപ്പിച്ചു തന്നിട്ടുണ്ട്. God has given us assurance of faith. ആ ഉറപ്പിച്ചെന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടാനായിട്ട് നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. And God has placed us here to fight the good fight of അത് faith. സാധാരണ ഒരു പോരാട്ടമല്ല. It's not an ordinary fight. മറിച്ച് അത് തീർത്തും പോരാട്ട വീര്യത്തോടെ പോരാടേണ്ടതാണ്. And it's a fight that we have to win and do it victoriously. അതുകൊണ്ടാണ് പറയുന്നത് നല്ല പോരാട്ടമാണ്. And that's why it says it's a good fight. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പോരാട്ടത്തിന് വേണ്ടി വിശ്വസിച്ചോടെ പോരാടാനായിട്ടാണ് ദൈവം നമുക്ക് ആരോഗ്യവും ബലവും നൽകി തന്നത്. God has given us strength so that we would fight this good fight of faith. അതുകൊണ്ട് ആ വിശ്വാസ വീര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. And so it is required that we go and press on in our faith life like this. നാലാമത്തെ അധ്യായത്തിലേക്ക് ഓടി വരാം. ഒരു കാര്യം കൂടെ കാണിച്ചു വന്നിട്ട് ഞാൻ നിർത്താം. Let's move to 1 Timothy chapter 4. അതിന്റെ 1-ാമത്തെ വാക്യം, 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 4 verse 1. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോസ്റ്റ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന്. രണ്ടാമത്തെ ആശയം, ഈ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ പരാതിയോടെ പറയുകയാണ്, വിശ്വാസം ത്യജിച്ചു.
In the second failure of the faith life is basically some will fall away from the faith. ഇത് ദുരുപദേശത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. This is talking about false doctrines. ദുരുപദേശം സഭയുടെ ആദ്യ നാളുകൾ തൊട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we all know that right from the start of the early church there were false doctrines. ദുരുപദേശത്തെ തിരിച്ചറിയാനും ഉപദേശത്തെ മുറുകെ പിടിക്കാനുമായിട്ട് നമുക്ക് കഴിയണം. We should be able to reject the false teaching and we should be able to cling to the right teaching. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ഉപദേശമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയത്തില്ലേ? And you might be thinking, well, we all know the right teaching. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ആശയം ഈ ദുരുപദേശം എവിടുന്നാ വരുന്നത്? But do you know where these false teachings are coming from? ദുരുപദേശം നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്നു. False teachings are coming from within us. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായം എടുത്ത് 20-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കാം. Acts chapter 20 verse 30. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. From among your own salesmen will arise. നാം ഉപദേശത്തെ തിരിച്ചറിയണമെങ്കിൽ If you want to know the right doctrines, ഉപദേശം പഠിക്കണം. you have to learn the doctrines. ഉപദേശം പഠിക്കാതെ Without learning them, നാം കേൾക്കുന്നതെല്ലാം ഉപദേശമാണെന്ന് മനസ്സിലാക്കിയാൽ if you are able to understand it is the right നമുക്ക് doctrines, ഒരിക്കലും ചട്ടപ്രകാരം പോരാടാനായിട്ട് കഴിയത്തില്ല. then you will not fall away in the faith. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നാം പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ മല്ല് കെട്ടുന്നുവെങ്കിൽ ചട്ടപ്രകാരം പോരാടണം. We read in 2:5. 1 Timothy 2 Timothy chapter 2 verse 5, we read like this: if anyone competes as an athlete, he does not win the prize unless he competes according to the rules. അപ്പോൾ ഡോക്ടറിൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും പോരാടാനായിട്ട് കഴിയത്തില്ല. So that is why without doctrine we cannot fight. വിശ്വാസത്തിന്റെ നല്ല പോരാടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ, If we need to fight the good fight of faith, വിശ്വാസത്തിന് വേണ്ടി ധീരമായി ശ്രമിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ, if you want to win the prize, വിശ്വാസത്തെ നന്നായിട്ട് മനസ്സിലാക്കണം. you have to understand the faith. അപ്പോൾ വിശ്വാസത്തിന്റെ നല്ല പൊരുതണമെങ്കിൽ, If you want to fight the good fight of faith, ഉപദേശത്തെ കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. you need to be able to understand the faith. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉപദേശത്തോളം ബന്ധത്തിൽ എങ്ങനെ ഇരിക്കുന്നു? How are we in regards to the teaching of the നാം word of God? ഉപദേശം പഠിച്ച് ചിലപ്പോൾ ഈ സഭ വിട്ടിട്ട് നമ്മളെ വേറെ എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കുമായിട്ട് പോയി എന്ന് വരാം. Perhaps you might have to leave this church and go അവിടെ to another ചെല്ലുമ്പോൾ place. ഇവിടെ ഉപദേശത്തിന്റെ സ്റ്റാൻഡ് എന്താണ്? What is the stand of the doctrines ഈ that you ഉപദേശത്തോട് have there? നിലനിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? Are you able to stand with those doctrines? ഈ ഉപദേശമുള്ള ബന്ധം നമ്മുടെ ആ ഉറച്ച വിശ്വാസം എന്താണ്? What is the assurance of those doctrines? നമ്മുടെ ജീവിതത്തിൽ ഈ ഉപദേശത്തെ മുറുകെ പിടിക്കാനായിട്ട് ഇടയാകണം. We should be able to hold fast to them. ഈ ഉപദേശത്തെ മുറുകെ പിടിക്കുമ്പോൾ അത് തെളിയിക്കപ്പെടുന്ന നമ്മുടെ ജീവിതത്തിലെ മേഖലകളുണ്ട്. And we know that there are areas in our life where this will be manifest. അത് എവിടെയൊക്കെയാണ്? Where is that? ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ഒന്ന്, നമ്മുടെ വിവാദത്തോടുള്ള ബന്ധത്തിൽ അത് തെളിയിക്കപ്പെടാനിടയാകും. It will first of all arise in our marriage, നമ്മുടെ താമസ സ്ഥലത്തോടുള്ള ബന്ധത്തിൽ അത് തെളിയിക്കപ്പെടാനിടയാകും. in the place where we stay, നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ അത് തെളിയിക്കപ്പെടാനിടയാകണം. in the place where we work. ഇതൊക്കെ എങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? We should be able to think where this should be proven. പലപ്പോഴും നമ്മൾ ഈ സ്ഥലമൊക്കെ വിട്ട് യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. When you go from here and move to Europe, you will see many things. നാം എങ്ങനെ ജീവിക്കുന്നു, How are we living? നാം എങ്ങനെയായിരിക്കുന്നു. How are we going about our life? താമസിക്കുന്ന ഒരു മെട്രോ സിറ്റിയിലാണ് ബാംഗ്ലൂരിൽ. I am staying in a place in a metro city in പല Bangalore. സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ സമ്മിശ്രമായി ജീവിക്കുന്നു. There are many people from various backgrounds living over there. എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല രീതിയിലും പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. And there are so many things to say about how they are all living over ഒരു there. വാക്ക് ചേർത്ത് വെച്ച് പറഞ്ഞ ഭാഗമിടത്തെ Let me just say one word and leave over there. ഉപദേശത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിപ്പാൻ നമുക്കിടയാകും. We should give priority to the right doctrines and live according to അങ്ങനെയെങ്കിൽ them. മാത്രമേ Then only വിശ്വാസത്തിന് നല്ല പൊരുതുവാനായിട്ട് നമുക്ക് കഴിയും. we will be able to fight the good fight of faith. ഇനി മൂന്നാമത്തെ ഒരു ആശയത്തിലേക്ക് വരാം. When we come to the third aspect, അതിന്റെ 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. let's read chapter 5 and verse 8. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കും. സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണം, അഥവാ വിശ്വാസം തള്ളിക്കളഞ്ഞ ആളുകൾ. If anyone does not provide for his own, especially for those of his household, he has denied the faith and is worse than an unbeliever. ഞാൻ ഒരു സഹോദരന് പുള്ളിക്കാരന്റെ വൈഫ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് സഹോദരനെ കൊണ്ടുവന്നു. One brother had come to me and his wife had brought him for counseling. അദ്ദേഹം ആ സഹോദരി എന്നോട് പറഞ്ഞു, ഈ സഹോദരൻ ഒരിക്കലും ജോലിക്ക് പോകും.
Sister told me that this husband of mine doesn't go for work, ഇവരുടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. and there's a lot of issues with them. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. And the brother told me one thing. എനിക്ക് നേരത്തെ ഒരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി പോയി. ഇപ്പോൾ വീട്ടിൽ ആവശ്യമായ കാര്യങ്ങൾ എന്റെ ഭാര്യ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജോലി പോകും. He said like this, I had a job but that went, but now my wife is taking care of all the house, so there's no need for me to go for work. സാധാരണ ഇങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ ഒരു വാക്ക് പറയും. So usually there's a word that we like to give for these people. വിശ്രമിക്കേണ്ടതിനായി പകലിനെയും ഉറങ്ങേണ്ടതിനായി രാത്രിയെയും സൃഷ്ടിച്ച ദൈവമേ. It's a God who has given us rest in the morning and the night. ഇന്ന് പല കുടുംബങ്ങളുടെയും അവസ്ഥ ഇതാണ്. Many of our families is going through this situation. ഇവിടെ പറയുന്ന ആശയം ഈ ജോലി ചെയ്യാന്നുള്ളതല്ല. The purpose over here being mentioned in this verse is not to work. കുടുംബത്തിന് വേണ്ടി കരുതുക എന്ന് പറഞ്ഞ കടപ്പാടുകളോടുള്ള ബന്ധത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. It is talking about how responsibilities in terms of the household. ഭർത്താക്കന്മാർക്ക് കടപ്പാടുകളുണ്ട്. There are responsibilities for husbands. ഭാര്യമാർക്ക് കടപ്പാടുകളുണ്ട്. There are responsibilities for the wives. അപ്പോൾ ഈ കടപ്പാടുകൾ നിർവഹിക്കുന്നില്ലെങ്കിൽ ഇവിടെ പറയുന്ന വാക്ക് വിശ്വാസം തള്ളിക്കളഞ്ഞ ആളുകളെ പോലെയാണ്. But if you are not fulfilling those responsibilities, you are denying your faith. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. There are certain things that God has given us. നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്. God has given us നമുക്ക് ദൈവം wisdom. സൗന്ദര്യം He തന്നിട്ടുണ്ട്. has given us beauty. ദൈവം വിദ്യാഭ്യാസം He നൽകിയിട്ടുണ്ട്. has given us education. ദൈവം കുടുംബത്തെ He തന്നിട്ടുണ്ട്. has given us family. ഇതിനോടുള്ള ഒക്കെ ബന്ധത്തിൽ നമുക്ക് കടപ്പാടുകളുണ്ട്. And all of this we have എന്നാൽ ഇതിനെ responsibilities for. തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? Now, how should we understand നമുക്ക് that? റെസ്പോൺസിബിലിറ്റി ഉണ്ട്, We have responsibility വർക്കുണ്ട്. and we have work. എന്നാൽ ജോലിക്കാണോ പ്രാധാന്യം അതോ കുടുംബത്തിനാണോ പ്രാധാന്യം? But his work is given അതോ priority to family. റെസ്പോൺസിബിലിറ്റിക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, വർക്കിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? Or is it to responsibility or to the work that you have to give priority ദൈവവചനം to? പഠിക്കുമ്പോൾ When you study the word of God, പല ഭാഗത്തും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. there's one thing that is primarily നിന്നെ emphasized. ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഭംഗിയായി നീ നിറവേറ്റുക. You have to fulfill those responsibilities that ഞാൻ have ഒരു been entrusted എക്സാമ്പിൾ to മാത്രം you. പറഞ്ഞിട്ട് എന്റെ വാക്കുകൾ I'll അവസാനിപ്പിക്കാം. just give one example and നിങ്ങൾ conclude. നോഹയൊന്ന് നോക്കിയേ. Look at the life of Noah. നോഹ ഒരു പെട്ടകം പണിയാനായിട്ട് തീരുമാനിച്ചു. He decided to build an ark. നോഹ പെട്ടകം പണിയുമ്പോൾ തനിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. And when he decided to build an ark, there are many needs for that. തന്നെ സഹായിക്കാൻ അവിടെ ആരും ഉണ്ട് എന്ന് ഞാൻ വായിക്കുന്നില്ല. I don't read anybody helping him for ഒരു that. സൈഡിൽ ഗോപുരം നോക്കാനായിട്ട് പോകണം. On the one side, he has to go to the gopher and to gopher tree and to cut them down. പെട്ടകത്തിന് വേണ്ടതായ സാധനങ്ങൾ സാമഗ്രികളൊക്കെ വാങ്ങിക്കാൻ അല്ലെ റോ മെറ്റീരിയൽസിനായിട്ട് സമയം കണ്ടെത്തണം. He should find time to get the raw materials for the ark. അതേ സമയത്ത് തനിക്ക് സുവിശേഷ വേല ചെയ്യണം. At the same time, he has to give the evangelistic word. ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ജോലിയോടുകൂടി താൻ ചെയ്തുകൊണ്ടേയിരുന്നു. And he did these two things side by side. എന്നാൽ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ, തന്റെ കുടുംബത്തെ ഒന്ന് നോക്കിയേ. But think back to his family ആ for a second. കുടുംബത്തിനോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്വം ഭംഗിയായി താൻ നിറവേറ്റി. He fulfilled his responsibility to his family beautifully. സമയം അവസാനിച്ചിരിക്കുകയാണ്. Time has gone by. ഞാൻ ഒറ്റ വാക്കോട് പറഞ്ഞു നിർത്താം. Let me say one word. സ്തോത്രം. എനിക്ക് അച്ഛൻ ഇങ്ങനെ ഗ്രേസ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൾ നോഹ തന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി. We see Noah fulfilled his life responsibility beautifully and faithfully. അതുകൊണ്ടാണ് 5 പേരും പെട്ടകത്തിനുള്ളിൽ പോകാനായിട്ട്. And that's why there were 5 more people along with him in that ark. അല്ലേ? Is it not so? അല്ലേ? ആണോ? ഇവിടെ 8 എന്ന് പറയുന്നത് ഇവിടെ 5 എന്ന് പറയുന്നത് എല്ലാവരും തലയാട്ടി കേൾക്കുമല്ലോ. ഞാൻ എന്തിനാ 5 എന്ന് പറഞ്ഞെന്നറിയോ? Do you know why I said 5? അത് പറയില്ലേ? പറയാം. നോഹ, ഭാര്യ, 3 മക്കൾ. Noah, ആ കുടുംബത്തിനോട്. there were 5 people in the family. Noah, wife and his 3 children. ബാക്കി 3 എവിടെ നിന്ന് വന്ന? The other 3, where did they come from? വേറെ കുടുംബത്തിൽ നിന്ന് വന്ന. They came from other families. നോഹയുടെ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയതിന്റെ തെളിവാണ് വേറെ കുടുംബത്തിൽ നിന്ന് വന്ന ആ പെണ്ണുങ്ങളും എവിടേക്ക് കയറി? പെട്ടകത്തിലേക്ക് കയറി. And it's because Noah led his family faithfully that those 3 people who came from the other families also entered the ark. പത്രോസ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. We read about it in 1 Peter. അല്പജനം എന്ന് വെച്ചാൽ 8. In just about a few people in terms of 8 people. നിങ്ങളൊന്ന് നോക്കിയേ, ലോത്തിനെ ഒന്ന് നോക്കി. Remember, think back about Lot. ലോത്തിന് 2 പെൺകുഞ്ഞുങ്ങളുണ്ടായി. Lot had also 2 daughters. അവരെവിടേക്ക് പോയി? സോദം ഗോമോറയിലേക്ക് പോയി. And they went to Sodom and ആ Gomorrah. കുഞ്ഞുങ്ങൾ നന്നായിട്ട് പഠിച്ചു വന്നവരാ. They were people who studied പക്ഷേ well. താമസിക്കേണ്ടാത്ത സ്ഥലത്തേക്ക് അവർ കടന്നുപോയി. But they went to a place they were not supposed to live ആ in. ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുവാൻ കഴിയാത്തൊരു പിതാവായി ലോത്ത് തീർന്നപ്പോൾ When Lot who did not fulfill his responsibility to his സോദോമിൽ family. എന്താണ് ആ കുഞ്ഞുങ്ങൾ പഠിച്ചത്? What did those children learn in Sodom? അമ്മ പോയി Mother went, ഇതാ പെൺമക്കളുമായി പോകുന്ന ഒരു പിതാവ്.
And now with his two children, daughters, his father, the father is going. 19 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ പെൺമക്കൾ പിതാവിനാൽ ഗർഭം ധരിക്കുവാനായിട്ടിടയായി. In Genesis chapter 19, we read over that, but through the father, they were able to bear children. എത്രയോ മ്ലേച്ഛതയിലേക്ക് അവർ പോയി. What a shameful aspect of എന്ന് life. വാക്ക് അവസാനിപ്പിക്കുന്നതിന് ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. Let me conclude by saying this. നമ്മുടെ ഉത്തരവാദിത്വം നാം വെളിയിലേക്ക് പോയാൽ If we go outside the realm of our ഒരിക്കലും responsibility, വിശ്വാസത്തിൽ നിൽക്കുവാനായിട്ട് we കഴിയും. will never be able to stand within the faith. പിന്നെ പുതിയ മത്തായി കഥ പറയുന്ന ഒരു എക്സാമ്പിളോട് പറഞ്ഞു നിർത്താം. Let me conclude with one more example in Matthew's Gospel. നമ്മുടെ ഭക്തരായിട്ട് നമുക്ക് നിൽക്കാം. We should be like, not be like the hypocrites. നമുക്കൊരിക്കലും കപട ഭക്തരായി നിൽക്കട്ടെ. We are not supposed to live like the hypocrites. ഉത്തരവാദിത്വം നിറവേറ്റാൻ നാം തയ്യാറാണ്. We should be able to live വീണ്ടും up to our responsibility. വിശ്വാസത്തിനും നല്ല പോർ പൊരുത്തുവാനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചു. God has called us to fight the good fight of അതുകൊണ്ട് faith. നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നുവാനായിട്ട് പാടില്ല. And so our faith should not suffer shipwreck. വിശ്വാസ കപ്പലിന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെയ്യുവാനായിട്ടായിത്തീരണം. And we should be able to fulfill the responsibilities കടപ്പാടുകളെ and സൂക്ഷിക്കുവാനായിട്ടില്ല. that to embrace those responsibilities. കളയുവാനായിട്ട് പാടില്ല. And we should not neglect them. ഈ സമയത്ത് വചനം കേൾക്കുമ്പോൾ ഹൃദയത്തോട് മനസാക്ഷിയെ തകർത്ത് കളഞ്ഞിട്ട് മുന്നോട്ട് പോകാതെ കർത്താവേ എന്റെ വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് നന്നായി നയിക്കേണ്ടതിന് എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. Let us all pray that we would not reject keeping the faith and good conscience, and we would press on in our faith life. വരുന്ന നാളുകളിൽ വലുവനായ ദൈവം നിങ്ങളുടെ കൃപയും ബലവും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് May I pray for all of you that God give us all the grace to hold fast to the faith. സമയം അനുവദിച്ചു തന്ന സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം അവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. I would like to take this opportunity to thank the assembly and the elders for this opportunity given to me. May our Lord's name be glorified.